രാജു വെള്ളത്തിൽ 3 തവണ മുങ്ങിപ്പൊങ്ങി കരക്കേറി വാ കേട്ടോ. ഒരു തവണ കൂടി. രാജു, നീ ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന്. ഇത് ഞാൻ നോക്കിക്കോളാം. വേണ്ട, എന്റെ നിയന്ത്രണം ഞാൻ കൈവിടാൻ പാടില്ല. എന്തു വന്നാലും ഈ കലശം താഴെ വീഴരുത്. ദൈവമേ, അച്ഛനൊരു കുഴപ്പം കൂടാതെ രാജുവിനെ തിരിച്ചു കൊണ്ടുവരണേ. ഈശ്വര, എന്റെ മകനൊന്നും സംഭവിക്കരുത്. ഞാൻ അവിടെ മരുന്ന് പോയിക്കോട്ടെ. അമ്മേ, നിങ്ങളെല്ലാവരുടെയും നാഥനായും രാഷ്ട്രീയ പ്രവർത്തകനായും മന്ത്രിയായും മാത്രമേ നിങ്ങൾ പ്രതാപവർമ്മയെ കണ്ടിട്ടുള്ളൂ. ഈ ക്ഷേത്രക്കാവിലെ കളരിയില് 18 അടവും പയറ്റിത്തെളിഞ്ഞ വീരനാണ് പ്രതാപവർമ്മ. ആയുധകലകളിൽ അഗ്രഗണ്യനായ പ്രതാപവർമ്മ രാജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇതെന്റെ വാക്കല്ല, ഈ കാവിൽ വാഴുന്ന ദേവിയുടെ വാക്ക. ആരും എങ്ങോട്ട് പോകണ്ട. ഒരു പോറല് പോലും ഏൽക്കാതെ പ്രതാപവർമ്മ രാജുവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇനി എന്നെ തല്ലരുത് സാർ. ഇനി തല്ലേ ഞാൻ ചത്തു. ആര് പറഞ്ഞിട്ടടാ നീ രാജുവിനെ കൊല്ലാൻ വന്നത്? സത്യമായിട്ട് ആള് മാറിപ്പോയതാ സാറേ.
സാറിന്റെ ഫാമിലി ആണെന്നോ സാറിന്റെ കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങാണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു സാറേ. കൊട്ടേഷൻ മാറിപ്പോയതാ സാറേ. സർ, ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയണം. കണ്ടുപിടിച്ച് അവരെന്റെ മുന്നിലെത്തിക്കണം. ശരി സാർ, ആരാണെന്ന് ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. പിടിച്ചോണ്ട് പോകണേ. സാർ എഴുതി വാടക കൊടുത്തു. ശരി, ഓക്കെ അല്ലേ? ഓക്കെ ഏട്ടാ. രാജു, നീ ഓക്കെ അല്ലേ? വാ. ദേവി, എന്റെ മകൻ ഒരു പോറല് പോലും വെക്കാതെ വർമ്മ സാർ അവനെ തിരികെ കൊണ്ടുവരണേ. അമ്മ കരയാതെ. അമ്മേ, അമ്മാവനെയും കാടൻ എന്തെങ്കിലും ചെയ്തു കാണും. എനിക്ക് ഉറപ്പാ. കാടന്റെ മുമ്പിൽ പിടിച്ചിക്കാനുള്ള ആംബിയറൊന്നും അമ്മാവനില്ല. ദീപകെ, അത് നിനക്ക് നിന്റെ അമ്മാവനെ കുറിച്ച് ശരിക്കും അറിയാഞ്ഞിട്ടാ. നീ മാറി നിന്ന് സംസാരിക്കുമ്പോ ഹൃദയ കേൾക്കാതെ നോക്കണമായിരുന്നു. മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നീ മാറിയേക്ക്. തന്നോളൂ. അമ്മേ, വർമ്മ സാറേ, ഇനി നമുക്ക് മുഖ്യ ചടങ്ങിലേക്ക് കടക്കാം. രാജുവിന് വേഷം മാറ്റി ഒരുക്കിക്കൊണ്ടുവന്നുള്ളൂ. ഇനി എന്ത് ചടങ്ങാ വേണു കേട്ടോ? ഞാൻ പറയാൻ രാധ. രാജു എൻ്റെ കൂടെ വാ. അപ്പോ ഇനിയുണ്ടോ ചടങ്ങ്? ഇനി എന്ത് ചടങ്ങാ ശേഖരൻ സാറേ? രാജു വാ, ഞാൻ പറയാം. വാ. ചെല്ലു മോനെ, അമ്മേ. ചെല്ല. വാ രാജു. അച്ഛാ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏയ്, ഒരു കുഴപ്പമില്ല മോളെ. ഞങ്ങളുടെ മകന്റെ ജീവൻ രക്ഷിച്ച വർമ്മ സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഏയ്, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ വേണോട്ടെ ഇത്? നമുക്കിടയിൽ ഇങ്ങനെ നന്ദി വാക്കിന്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്റെ ചങ്കിന്റെ പാതിയാണ് രാജു എന്നാ ഞാൻ കരുതുന്നത്. എന്റെ മകളുടെ കഴുത്തിലെ താലിയർക്കാൻ നോക്കിയത് ആരായാലും അവരെ കണ്ടുപിടിച്ച് ഞാൻ തന്നെ വിചാരണ ചെയ്ത് അവർക്കുള്ള ശിക്ഷ നൽകിയിരിക്കും. വേണുടെ ധൈര്യമായിട്ടിരിക്കുക. എപ്പോഴും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഞാൻ ജീവനോടെ ഉള്ളപ്പോ രാജുവിന്റെ ശരീരത്ത് ഒരു നുള്ള മണ്ണ് വീടാൻ ഞാൻ സമ്മതിക്കില്ല. പ്രതാപ, ഞാൻ നമ്മുടെ ആളുകളോടും പറഞ്ഞിട്ടുണ്ട്. രാജുവിനെ അപായപ്പെടുത്താൻ വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് അവരുടനെ കണ്ടുപിടിക്കും. അതിനു മുൻപ് പോലീസ് തന്നെ എല്ലാം കണ്ടുപിടിക്കും അമ്മായി. ശേഖരൻ സാറേ, എന്താ ഇതൊക്കെ? ഞാൻ എന്റെ ഷർട്ട് തന്നെ ഇട്ടോളാം. എനിക്ക് അതിന്റെ കൂടെ ഒരു കാവ്യമുണ്ട് തന്നാ മതി. കായമുണ്ടോ? അതൊന്നും പറ്റില്ല. ഈ വേഷം രാജുവിന് നന്നായി ചേരുന്നുണ്ട്. ഈ വേഷോ? ഇതെന്ത് വേഷാ? പണ്ടൊക്കെ കോവിലകത്ത് തമ്പുരാന്മാരായിരുന്ന കാരണവന്മാര് ധരിച്ചിരുന്ന വേഷോ ഇത്. രാജുവിന് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. ഈ വേഷം എനിക്ക് ചേരുമെന്നോ? കൊള്ളാം. ശേഖരൻ സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇതിട്ട് അവിടേക്ക് ചെന്നാലേ
അവിടെ ഉള്ളവരൊക്കെ എന്നെ പരിഹസിച്ച് ചിരിക്കും. അത് നീ പറഞ്ഞത് കറക്റ്റാ. നിനക്ക് പറ്റിയ വേഷം 300 രൂപയുടെ ഷർട്ടും 600 രൂപയുടെ പാൻസും. അത് നീ ആഴ്ചയിൽ 4 ദിവസം ഒരേ ഡ്രസ് തന്നെയല്ലേ ഇടാറുള്ളൂ. അങ്ങനെ കണ്ട് കണ്ട് ഞങ്ങൾക്കത് ശീലായി രാജു. ഈ വേഷമൊന്നും ധരിക്കാനേ നിനക്ക് യോഗ്യതയില്ല രാജു. എന്തിനാ വെറുതെ അത് നിന്റെ ദേഹത്തിട്ട് ചീത്താക്കുന്നേ? ദീപക്കെ, നിന്നെ അറിയപ്പോ ഇങ്ങോട്ട് വിളിച്ചേ? ദേ, നീ വെറുതെ അലമ്പുണ്ടാക്കാതെ പോകാൻ നോക്കിയേ. അയ്യോ, ചെറിയ മോന് ദേഷ്യം വന്നോ? ദേഷ്യം വരുമ്പോ ചെറിയ മാവനെ കാണാനേ ഒരു പ്രത്യേക ഭംഗിയാ. അല്ല, വലിയ മാവനെ പോലെ ചെറിയ മാവന് കളരി പിടിച്ചിട്ടുണ്ടോ? നീങ്ങി വാ, കളരി ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. വേണ്ട ശേഖരൻ സാറേ. ശേഖര സാറോ? രാജു സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം എന്നൊന്നും ചെയ്യരുത് കേട്ടോ. ദീപക്കെ, നീ പോ. ഡോ, തനിക്ക് നാണം ഇല്ലല്ലോ. എവിടെ നിന്നോ വലിഞ്ഞേറി വന്ന ഒരു ജോലിക്കാരനെ പിടിച്ച് തലയിലെടുത്ത് ചുമന്നോണ്ട് നടക്കാൻ തനിക്ക് തലയ്ക്ക് ഓളമുണ്ടോ? സാറേ വേണ്ട. എടാ രാജു, നാഴികയ്ക്ക് 40 വട്ടം നീ അമ്മാരോട് പറയായിരുന്നല്ലോ നീ എന്നും അമ്മാന്റെ വിശ്വസ്തനായ ജോലിക്കാരനാണെന്ന്. എന്നിട്ട് നീ ഇപ്പൊ എന്താടാ ചെയ്യുന്നേ? എനിക്ക് അവകാശപ്പെട്ട സ്ഥാനത്താ നീ ഇപ്പൊ ഞെളിഞ്ഞേറിയിരിക്കുന്നത്. ദീപകെ, സൂക്ഷിച്ച് സംസാരിക്കണം. ദേ, എനിക്കിതൊക്കെ ചെയ്യണമെന്ന് ഒരു താല്പര്യമോ ആഗ്രഹമോ ഉണ്ടായിട്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരെല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? മതിയടാ നിന്റെ അഭിനയിച്ച് നീ അങ്ങ് മഹാനടനാവല്ലേ? അതും എന്റെ മുന്നില്. അവന് താല്പര്യമില്ല അത്ര. ഇങ്ങനെ മടിച്ച് നിൽക്കുന്നതായിട്ട് നിനക്കങ്ങ് അഭിനയിച്ചാ മതിയല്ലോ. നിർബന്ധിച്ച് നിന്നെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാൻ ഇവിടെ കുറെ ആളുകളും ഉണ്ടല്ലോ. നീ കോമാളി വേഷം കെട്ടി അവിടെ നിൽക്കുന്ന എനിക്കൊന്ന് കാണണം. ദീപക്കെ, മതിയാക്കിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ പ്രതാപേട്ടനെ വിളിക്കും. അങ്ങനെ അമ്മാനെ വിളിക്കുന്നു പറഞ്ഞ ഞാനങ്ങ് പേടിക്കുന്നു കരുതിയോ? എങ്കിൽ തെറ്റി. എനിക്കിവിടെ ആരെയും പേടിയൊന്നുമില്ല. എങ്കിൽ നീ വാ, നമുക്ക് ചേട്ടനടുത്തേക്ക് പോയി രാജുവിന് വേഷം നൽകുന്നതും രാജു ഈ ചടങ്ങൊന്നും ചെയ്യുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ലെന്നും പറയാം. നീ വാ. വേണ്ട, എനിക്കേ കാലുണ്ട്. എനിക്ക് തനിയെ ചെന്ന് പറയാൻ അറിയാം. ആണോ? എങ്ങനെ ചെല്ലു മോനെ. ആ, ഞാൻ പോവുക. ഇങ്ങനെ ഒരുത്തൻ നമ്മുടെ കുടുംബത്തിൽ ഒന്ന് പിറന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഹലോ വേണുവേട്ടാ. പത്മാവതി മാഡം, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഊഹിച്ചതാണല്ലോ. പറ വേണുവേട്ടാ, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? യാതൊരു പ്രശ്നങ്ങളില്ലാതിരിക്കാൻ അവസാനത്തെ ശ്രമം എന്നോണം ഞാൻ അംബിക മാഡത്തോടൊന്ന് സംസാരിച്ചു നോക്കി. എന്താ വേണുവേട്ടാ അംബികയോട് സംസാരിച്ച്? കൃതിക മാഡത്തിന് രാജുവിനോടൊപ്പം ജീവിക്കാനേ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ ആഗ്രഹം നടക്കട്ടെ എന്ന് തോന്നി. വർമ്മ സാറിനും ഈ ബന്ധത്തിന് എതിരില്ല എന്നായപ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ മാഡം കുട്ടികളുടെ ജീവിതത്തിന് എതിരേക്കുന്നത്? എന്നിട്ട് അംബികേച്ചി എന്ത് പറഞ്ഞു? എടോ, തന്റെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താന്ന് ഈ അമ്പിയയ്ക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇന്ന് നിങ്ങളെല്ലാം വിചാരിക്കുന്നത് പോലെ പ്രതാപന്റെ കയ്യിൽ നിന്നും അവൻ ഉടവാള് വാങ്ങാൻ പോകുന്നില്ല. ഈ ചടങ്ങ് അംബിക മുടക്കൂന്ന് മാത്രമല്ല, രാജുവും ഋതികയും തമ്മിൽ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ ഇവിടെ വച്ച് ഈ കാവിൽ വെച്ച് തെളിയിക്കും. എത്ര കേണപേക്ഷിച്ചിട്ടും അംബിക മാഡത്തിന്റെ മനസ്സലിഞ്ഞില്ല. രാജുവിന്റെ ഋതികയുടെയും വിവാഹം നടന്നിട്ടില്ലെന്ന് അംബിക മാഡം തെളിയിക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു. അടുത്ത് വീണ് കിടക്കുന്ന കൈക്ക് ഉപ്പ് പോലും തേക്കാത്തവരെന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിന് ചേരുന്ന സ്വഭാവമുള്ള ഒരേ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. അത് അംബികേച്ചിയാണ്. വേണൂട്ടം പേടിക്കണ്ട.
ഞാൻ അങ്ങോട്ട് പുറപ്പെടുവോ? വേണോട്ടം ധൈര്യമായിട്ടിരിക്കും. അയ്യോ, മാഡം ഇവിടേക്ക് വരാൻ പോകണമെന്നോ? അത് വലിയ പ്രശ്നമാണ് മാഡം. അത് വലിയ പ്രശ്നമാവില്ലേ? വർമ്മ സാർ മാഡത്തെ നേരി കണ്ട പ്രശ്നങ്ങളെ ഭയന്ന് ഒളിഞ്ഞും മറിഞ്ഞും ഇനി എത്ര കാലം ഞാനിങ്ങനെ ജീവിക്കും വേണോട്ടാ? ഇത് എന്റെ മകളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. അവളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. അവൾക്ക് വേണ്ടി ഞാൻ കുടുംബക്ഷേത്രത്തിലേക്ക് ഇന്ന് വരാൻ പോവാണ്. ദൈവമേ, രാജു ഋതികയെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം രാജുവിന്റെ നാവിൽ നിന്നോ മറ്റാരുടെ നാവിൽ നിന്നോ പ്രതാപേട്ട അറിയുന്നതിന് മുമ്പ് എനിക്കവിടെ എത്തണം. മാഡത്തിന്റെ മനസ്സിലെന്താ അത് പറ. എനിക്കാകെ പേടിയാകുന്നു. രാജുവിന്റെ ഋതികയുടെ വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടത്തി കൊടുത്തത് ഞാനാണെന്ന് ഞാൻ പ്രതാപേട്ടനോട് പറയാൻ പോവാ. പിന്നെ രാജുവിനും മറ്റാർക്കും കൂടുതലൊന്നും പറയാൻ കഴിയില്ല. അല്ല, മാഡം പറയാൻ പോകുന്ന നുണ വർമ്മ സാർ വിശ്വസിക്കോ? എന്റെ മകൾ അവളുടെ കഴുത്തിൽ രാജു താലി കെട്ടി ശേഖരൻ സാർ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇത് എവിടെ പോയി? എങ്ങനെ ഈ ചടങ്ങിൽ നിന്ന് ഒഴിവാവുന്ന? അളിയനൊന്ന് വിളിച്ചു നോക്കാം. എന്താടാ ഭയങ്കര ടെൻഷനാണല്ലോ നിനക്ക്? നിനക്ക് എന്താടാ? നീ എന്തിനിപ്പൊ പിന്നെ ഇങ്ങോട്ട് വന്നേ? നിന്നെ ഒന്ന് ഉപദേശിക്കാനും ചില സത്യങ്ങള് നിന്നെ അറിയിക്കാനോടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നത് ശരിക്കും എന്തിനാണെന്ന് നിനക്കറിയോ? ദീപക്, നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ ആക്കല്ലേ. ഇല്ലടാ, എന്നെ പിരികേറ്റി ഈ ചടങ്ങ് മുടക്കി വർമ്മ സാറിനെ വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എടാ, നിനക്ക് പുലി വരുന്നെന്ന് കാറിയ പഴയ ആട്ടിടന്റെ കഥ ഓർമ്മയില്ലേ? അവന്റെ അവസ്ഥ ശരിക്കും ഇപ്പൊ നിനക്ക്. ഋതികയെ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് നീ പലതവണ അമ്മാനോട് പറയാൻ ശ്രമിച്ചു. അതൊക്കെ വെറുതെ. ഇപ്പൊ ഇന്ന് നിനക്ക് ശരിക്കും നിങ്ങളുടെ വിവാഹം നുണയായിരുന്നു എന്ന് പറയേണ്ടി വരും. അമ്മാവനോട് മാത്രമല്ല, എല്ലാവരോടും പറയേണ്ടി വരും. പക്ഷേ നടക്കില്ല. നിന്നെ കൊണ്ട് അതൊന്നും പറയാൻ സാധിക്കില്ല. കണക്കില്ലാത്ത കോടികൾ കയ്യിലേക്ക് വരാൻ പോകുമ്പോ രാജുവല്ല, സാക്ഷാൽ ഹരിശ്ചന്ദ്ര മഹാരാജാവ് പോലും ആദർശങ്ങളൊക്കെ മാറ്റിവെച്ച് രണ്ടാമത് ഒന്നുകൂടി ചിന്തിക്കും. മതി ദീപക്, നിർത്ത്. നാവിന് ലൈസൻസ് ഇല്ലാതെ നീ ഇതെന്തൊക്കെ ഈ പറയുന്ന? ചുറ്റി വളച്ച് പറയാനല്ലാതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്റെ മുഖത്ത് നോക്കി പറയും. ഇതെന്താ ഈ സ്വത്തിന്റെ പണത്തിന്റെ ഒക്കെ കണക്ക്? എന്നോടുള്ള വിദ്വേഷം കൊണ്ട് തോന്നുന്ന കാര്യങ്ങള് നീ അങ്ങ് വെറുതെ അങ്ങ് വിളിച്ചു പോവാണ് അതോ? എടാ, എല്ലാം നിനക്കറിയാം. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്ന ദ്രോഹി? കുറെ നേരായി നീ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. വേണ്ട വേണ്ടെന്ന് വെച്ച് ക്ഷമിക്കുമ്പോ നീ എന്റെ തോളി കയറാൻ നോക്കിയുണ്ടല്ലോ. പറടാ, നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാ നീ എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? എന്റെ പെണ്ണിനെയും കെട്ടി അവളുടെ കൂടെ ജീവിതവും തുടങ്ങി. ഇപ്പൊ എനിക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളൊക്കെ അമ്മാവന്റെ കയ്യിൽ നിന്ന് ഉടവാള് വാങ്ങിച്ച് സ്വന്തമാക്കാൻ പോകുന്ന നിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? ഉടവാള് കയ്യിൽ വാങ്ങി സ്വത്തുക്കളെ സ്വന്തമാക്കുന്നു? നീ എന്തൊക്കെ ദീപക് പറയുന്നേ? മതിയാക്കടാ നിന്റെ അടവ്. നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്, അറിയോ? ശേഖർ സാറേ വേണ്ട
വിട്ടേക്ക്. ഞാൻ പറയുന്ന നിനക്ക് വിശ്വാസമില്ലെങ്കിലേ ദേ ഇയാളോട് ചോദിക്കാം സത്യം എന്താണെന്ന്. ഇയാള് പറഞ്ഞില്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോ നീ അങ്ങോട്ട് പോവുമല്ലോ ഉടവാള് കയ്യിലേക്ക് വാങ്ങാൻ. അപ്പൊ നിനക്ക് മനസ്സിലാവും സത്യം എന്താണെന്ന്. എന്താ ശേഖരൻ സാറേ അവൻ പറഞ്ഞിട്ട് പോയതിന്റെ അർത്ഥം? എന്തിനാ കുടുംബത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഉടവാള് വർമ്മ സാർ എന്റെ കൈകളിലേക്ക് തരുന്നേ? രാജു, എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന്റെ ദൃഷ്ടിയിൽ ഋതുമോളുടെ കഴുത്തിൽ താലി കെട്ടിയത് രാജു ആണല്ലോ. അതുകൊണ്ട് ചേട്ടനെടുത്ത തീരുമാനമോ രാജു ഇത്. ചേട്ടനെ എതിർക്കാൻ അപ്പോ അവൻ ദീപക് പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്.